ഹായ് പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. മുട്ട സുനാമി. ഇതിൻ്റെ പേര് മുട്ട സുനാമി എന്നാണ്. ഇത് കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മുട്ട വേവിച്ച് മസാല ഒന്ന് പുരട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റീൽ ബൗളിൽ, അതായത് ഒരു മുട്ട ഒഴിക്കാൻ പാകത്തിനുള്ള ബൗളിൽ നമുക്ക് എണ്ണ പുരട്ടി, ഓയിൽ പുരട്ടി വെക്കണം. എന്നിട്ട് ഇതിലേക്ക് വേണം നമുക്ക് മുട്ട ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ. എല്ലാ സ്റ്റീൽ പാത്രത്തിലും നമുക്ക് മുട്ട ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. സാധാരണയായിട്ട് ഇത് ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യാറ് എല്ലാവരും. ഇങ്ങനെയും ചെയ്തെടുക്കാം, ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇഡ്ഡലി പാത്രത്തിൽ, ഇഡ്ഡലി തട്ടിൽ ഓരോ കുഴികളിലും മുട്ട ഒഴിച്ച് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതിങ്ങനെയും നമുക്ക് ചെറിയ ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താലും മതി. വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് എടുത്ത് ഇതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് മസാല പുരട്ടണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് ചൂടാറിയതിന് ശേഷം സാവധാനം ഇളക്കിയെടുക്കുക. മുട്ട കുറച്ച് സോഫ്റ്റാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും, 2 പീസായി പോവും, അത് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ റസോയി സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. എങ്കിലേ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ സപ്പോർട്ടും ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ നമുക്കിത് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. കുറേശ്ശെയായി വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പം നന്നായി മിക്സ് ചെയ്ത് ഇത് നമുക്ക് മുട്ടയിലൊന്ന് പുരട്ടിയെടുത്ത് എണ്ണയിൽ വാട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. കറിവേപ്പില നുറുക്കിയത് ചേർക്കുന്നുണ്ട് ഞാൻ. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അധികം എരിവ് ഇഷ്ടപ്പെടാത്തവർ കാശ്മീരി മുളക് ഉപയോഗിക്കാം. കാശ്മീരി മുളകിന് എരിവ് കുറവാണല്ലോ. കറിവേപ്പില ഞാൻ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ടാണ് ഇതിലേക്ക് ചേർത്തത്. എന്നാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം അതിലേക്ക് കിട്ടുള്ളൂ. നല്ല പേസ്റ്റ് പോലെ നമ്മളൊരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മുട്ടയിൽ പുരട്ടി വെക്കാം. ഈ മസാല നമ്മുടെ വേവിച്ച മുട്ടയിൽ നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. മുട്ട വേവിക്കുക, ഒരു മസാല ഉണ്ടാക്കുക, മസാല പുരട്ടുക, ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഏത് ഓയിലും വേണമെങ്കിൽ വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, പക്ഷേ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാം പുരട്ടി വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരുപാട് പൊരിച്ചെടുക്കണ്ട കേട്ടോ, ഷാലോ ഫ്രൈ ആയിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. മുട്ട നമ്മൾ പുരട്ടുമ്പോഴും അത് എണ്ണയിലേക്ക് ഇടുമ്പോഴെല്ലാം
ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. മുട്ട പീസായിട്ട് ഇളകിപ്പോവും, സോഫ്റ്റാണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പുരട്ടണം. ശ്രദ്ധിച്ച് എണ്ണയിലിട്ട് വാട്ടിയെടുക്കണം. അങ്ങനെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ച മുട്ട പതുക്കെ എടുത്തിട്ട് എണ്ണയിലേക്കിട്ട് ശ്രദ്ധിച്ച് വാട്ടിയെടുക്കണം. മുട്ട മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് നമ്മൾ മുട്ടയിലേക്ക് ഇടുകയും അതിനെ മറിച്ചിടുകയും അതിനെ കോരി വെക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് 2 കഷ്ണമായിപ്പോവും ചിലപ്പോൾ. ഇത് നമുക്ക് ബ്രെഡിൽ സാൻഡ്വിച്ചായിട്ട് ബ്രെഡിൽ വെച്ചിട്ട് തക്കാളിയും ടൊമാറ്റോ പേസ്റ്റും ഒക്കെ വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. മുളകാണെങ്കിലും അങ്ങനെ എരിവ് അങ്ങനെ അറിയില്ല. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അടുത്ത് തന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക്സ്.